വളരെ പണ്ടേങ്ങളോട് പറയുന്നുണ്ട്, ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന അവസാനമാണ്. പഴയ കേസറ്റൊക്കെ കേട്ട ഇതൊക്കെയാണ്. അടുത്ത യുദ്ധം ഇറാനുമായാണ്. ഇറാനിയൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി ഈസ് ഡെഡ്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട്സ്. AP അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ഗൾഫിൽ ആക്രമണം തുടർന്ന് ഇറാൻ, ദുബായ്, അബുദാബി, സൗദി എന്നിവിടങ്ങളിൽ ആക്രമണ ശ്രമം. ദുബായ് മറീന അതുപോലെ അൽസുഫു മേഖലകളിൽ ഒരു ഉഗ്ര ശബ്ദം കേട്ടിരിക്കുന്നു. ആക്രമണ ശ്രമം. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായി. റഡാർ സംവിധാനം ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഖത്തറിൽ ചില പ്രദേശങ്ങളിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കുന്നു. റിഫൈനറികൾക്കും പ്ലാന്റുകൾക്കും നേരെ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനാണ്. അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ വിറകിന് ആവശ്യക്കാർ ഉയരുന്നു. അപ്പൊ ഇനി വിറകും വാങ്ങാൻ പറ്റൂലേ? വിറകിന് വില കൂടും. പാചകവാതക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം കൂടിയതും വൈദ്യുതി ഉപഭോഗം കൂടാൻ കാരണമായിട്ടുണ്ട്. പീക്ക് അവറിൽ പവർ കട്ട് ഇല്ലാതിരിക്കാനുള്ള ശ്രമം. ആഗോള സാമ്പത്തിക പ്രതിസന്ധി യുദ്ധം ഉണ്ടാക്കുമോ എന്ന് സംശയിക്കുന്ന ഒരുപാട് സാമ്പത്തിക നിരീക്ഷകർ നമുക്ക് മുന്നിലുണ്ട്. ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം. War is now threatening the global economy, upending energy markets, supply chains, and now fears of a possible food crisis. ഇത് മുത്തുനബി പറഞ്ഞതാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ 2000 മുതൽ പറയുന്ന അവസാനമാണ്. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധം എത്രയും പെട്ടെന്ന് ഇല്ലാതെയാകണമേ റബ്ബേ. എത്രയും പെട്ടെന്ന് ആ പ്രശ്നം തീർക്കണമേ റബ്ബേ. എത്രയും പെട്ടെന്ന് ആ പ്രശ്നം തീർത്തരണമേ റബ്ബേ. ഇറാൻ യുദ്ധം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹ്